നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർ എല്ലാവരും വനവാസത്തിലേക്ക് പോകുകയാണ്. വി.ഡി. സതീശന് പിന്നാലെ ഓരോ നേതാക്കളായിട്ട് ഇപ്പോൾ വനവാസത്തിലാണ്. ഇത് ട്രോളാക്കുകയാണ് CPM-കാർ. ഇവന്മാരെല്ലാവരും കൂടി ഇപ്പോൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മെയ് 4-ന് തോറ്റമ്പുമ്പോൾ വനവാസത്തിന് പോകണമല്ലോ, അതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനവും പരിഹാസവുമാണ് കമ്മിക്കൂട്ടം നടത്തുന്നത്. സൈബർ വെട്ടുകിളിക്കൂട്ടം ഇറങ്ങി പ്രതിപക്ഷം അടപടലം ഇപ്പോൾ വനവാസത്തിലാണ് എന്ന ട്രോളുകൾ പടച്ചുവിടുന്നു. എന്നാൽ കിട്ടുമ്പോൾ വായടപ്പിക്കുന്ന മറുപടികളാണ് CPM-ന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിജയന് വനവാസത്തിന് പോകാൻ എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം കണ്ടെത്തിക്കോ കമ്മികളെ എന്നാണ് പ്രതിപക്ഷക്കാർ നല്ല മറുപടി കൊടുക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വനവാസത്തിൻ്റെ കാര്യം പറഞ്ഞാണ് ഇരു കൂട്ടരും തമ്മിൽ ഇപ്പോൾ അടി നടത്തുന്നത്. വി.ഡി. സതീശൻ്റെ പ്രഖ്യാപനമായിരുന്നല്ലോ കോൺഗ്രസിനെ UDF-നെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ളത്. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വനവാസത്തിൻ്റെ കാര്യം പറഞ്ഞ് തമ്മിലടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വി.ഡി. സതീശൻ ഒരു വനവാസത്തിന് പോയിരുന്നല്ലോ. അദ്ദേഹം കാട് കയറാൻ ട്രക്കിങ്ങിന് പോയിരുന്നു കുടുംബത്തോടൊപ്പം. അതിൻ്റെ ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ ട്രോള് പടച്ചു വിട്ടിരുന്നു ഈ പറയുന്ന കമ്മിക്കൂട്ടം. എന്നാൽ ഇപ്പോൾ മറ്റൊരാളാണ് വനവാസത്തിന് പോയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് ലഭിച്ച വെക്കേഷനിൽ വനവാസം നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാത്രമല്ല. UDF-ലെ ഘടകകക്ഷിയായ RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും സുഹൃത്തുക്കളോടൊപ്പം ഇപ്പോൾ വനവാസത്തിലാണ്. കോളേജ് കാലത്തെ സഹപാഠികൾക്കൊപ്പം വണ്ടിപ്പെരിയാറിലാണ് ഷിബു ബേബി ജോൺ ട്രക്കിംഗ് നടത്തിയത്. പ്രതിപക്ഷ നേതാവിനെ പോലെ താനും പണ്ട് മുതലേ വനജീവിതത്തോട് താല്പര്യമുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വണ്ടിപ്പെരിയാറിലെ വനത്തിനോട് ചേർന്നുള്ള ഒരു എസ്റ്റേറ്റിലാണ് ഒഴിവുകാലം ആസ്വദിക്കാനായി പോയതെന്ന് ഷിബു ബേബി ജോൺ പറയുന്നു. ട്രക്കിംഗ് നല്ലൊരു അനുഭവമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഒരുപാട് ചടങ്ങുകൾ ഏറ്റിരുന്നതിനാൽ മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസമേ യാത്ര നടത്താൻ സാധിച്ചുള്ളൂ. തോറ്റാൽ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന് ജനങ്ങളുടെ പൾസ് അറിയാം. ചവറ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ആദ്യമൊക്കെ വ്യവസായി എന്ന നിലയിലാണ് ഞാൻ യാത്ര നടത്തിയിരുന്നത്. പിന്നീട് അതൊക്കെ ഹോളിഡേ എന്ന നിലയിലേക്ക് മാറി. എല്ലാ വർഷവും യാത്ര നടത്താറുണ്ട്. പോകുന്ന രാജ്യങ്ങളിലെ ജീവിത രീതിയോടൊപ്പം ചേരുക എന്നതാണ് യാത്ര കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. വനങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ആഫ്രിക്കൻ കാടുകളാണ്. ഭൂമിശാസ്ത്രപരമായി അത്ഭുതപ്പെടുത്തിയ മറ്റൊരു രാജ്യം ന്യൂസിലാൻഡാണ്. മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് റഷ്യൻ യാത്രകളും എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിൽ എപ്പോഴും പോകുന്നത് പെരിയാർ ഭാഗത്തേക്കാണ്. എന്നാൽ ഏറ്റവും അധികം വന്യമൃഗങ്ങളെ കണ്ടിട്ടുള്ളത് പറമ്പിക്കുളം യാത്രകളിലാണ്. 30 വർഷം മുൻപ് തേക്കടിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എളുപ്പ വഴിയുണ്ടെന്നും പൂഴിയാറിൽ ചെന്നിറങ്ങാമെന്നും ഒരു സുഹൃത്ത് പറഞ്ഞു. അങ്ങനെ കാട്ടിനകത്തേക്ക് കയറി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റോഡ് ആ ഭാഗത്തൊന്നും കാണാനില്ല. കാർ ചൂടായി, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി. ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. കുറ്റാക്കൂരിരുട്ടായിരുന്നു. ഏതോ കാലൊച്ച പലയിടത്തു നിന്നായി കേട്ടു. ഞങ്ങൾ ഓടി എങ്ങനെയൊക്കെയോ കാറിൽ കയറി രാത്രി 11 കഴിഞ്ഞാണ് ജനവാസ മേഖലയിൽ എത്തിയതെന്നും ഷിബു ബേബി ജോൺ ഓർത്തെടുത്ത് പറഞ്ഞു. ഇവിടെയാണ് വി.ഡി. സതീശൻ പോയ വനയാത്രകൾ, അതിൻ്റെ ചില ദൃശ്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് കോൺഗ്രസിനെ കളിയാക്കാൻ CPM രംഗത്തേക്ക് വന്നത്. ഇപ്പോൾ ഷിബു ബേബി ജോൺ പോയതിൻ്റെയും ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ട് വനവാസം തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിനെ നമ്പി UDF-നെ നമ്പി അവർക്കൊപ്പം ചേർന്ന ഘടകകക്ഷികൾക്കും വനവാസത്തിൻ്റെ ഗതികേടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പടച്ചുവിടുകയാണ്. തിളക്കമാർന്ന വിജയം UDF-ന് ലഭിച്ചില്ലെങ്കിൽ അവസാന പത്രസമ്മേളനവും നടത്തി ഞാൻ വനവാസത്തിന് പോകും. ഇതായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം. എല്ലാവരും ഒന്ന് ഞെട്ടി. എന്താണ് സംഭവിക്കാൻ പോകുക എന്ന്, എന്ത് കോൺഫിഡൻസിൻ്റെ പുറത്താണ് വി.ഡി. സതീശൻ ഇത് പറഞ്ഞതെന്ന്. ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം അത് പറഞ്ഞത്. കാരണം ഇത്തവണ തങ്ങൾക്ക് തന്നെ അധികാരം കിട്ടുമെന്ന് വി.ഡി. സതീശൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഒരു തെളിവാണ്, അതിനു മുൻപ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ജനം ഞങ്ങളുടെ കൈവെള്ളയിൽ അധികാരം കൊണ്ട് തരുമെന്ന്. ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വി.ഡി. സതീശൻ തന്നെ മുൻപ് പ്രഖ്യാപിച്ചതുമാണ്. എന്തായാലും വി.ഡി. സതീശൻ്റെ ഈ ഒരു വനവാസ പ്രഖ്യാപനം അത് മെയ് 4-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിർണായക ഘട്ടം തന്നെയാണ്. വി.ഡി. സതീശൻ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം തിരികെ കിട്ടുമോ എന്നും അന്നറിയാം. പക്ഷേ അപ്പോഴും
ഇവരുടെ വനവാസത്തിനപ്പുറം ഈ കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടികളും നമ്മൾ കണ്ടതായിരുന്നല്ലോ. വനവാസം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് ശ്രീരാമൻ്റെ കാര്യത്തിലാണല്ലോ. കാരണം ശ്രീരാമനാണ് വനവാസത്തിന് പോയത്. അവിടെയും ഒരു അധികാര കസേരയുണ്ടായിരുന്നു. പക്ഷേ ആ അധികാര കസേരയൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം വനവാസത്തിന് പോകുകയായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ കസേരയ്ക്കാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറൊന്നുമല്ല. പക്ഷേ ഒരു ഉറച്ച നിലപാടെടുത്തുകൊണ്ട് എന്നെക്കൊണ്ട്, ഞാൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന കാലയളവാണല്ലോ, അതുകൊണ്ട് എന്നെക്കൊണ്ട് UDF-നെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നുള്ള VD സതീശൻ്റെ ആ ഒരു പ്രഖ്യാപനം, അത് ഒരു മര്യാദയുള്ളത് കൂടിയാണ്. കാരണം എന്നെക്കൊണ്ട് നയിക്കാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാൽ, അതാണല്ലോ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ, പിന്നെ ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നത് നല്ലതിനല്ല എന്നുള്ള ഒരു നിലപാടാണല്ലോ VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു മാതൃകയ്ക്ക് കയ്യടി കൊടുക്കാം. പക്ഷേ തൊട്ടിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളൊന്നും എന്തായാലും CPM-കാർ നടത്തിയിട്ടില്ല. അവിടെയാണ് കോൺഗ്രസ്സുകാർ തിരിച്ചടിക്കുന്നത്. മെയ് 4-ന് വിജയന് പോകാൻ എവിടെയെങ്കിലും ഒരു കാർഡ് കണ്ടു വെച്ചോളൂ എന്ന്. പക്ഷേ പിണറായി വിജയൻ ബുദ്ധിമാനാണ്. അങ്ങനെ ഞാൻ വനവാസത്തിന് പോകും എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും മെയ് 4-ന് വനവാസം ആർക്കാണ് എന്നുള്ളത് അത് ജനം വിധി എഴുതിയിട്ടുണ്ട്. അത് മെയ് 4-ന് നമുക്കറിയാം. CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ VD സതീശൻ വനവാസത്തിന് പോയി എന്നുള്ള തരത്തിലാണ് ട്രോളുകളൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. വാഗമണ്ണിൽ VD സതീശൻ ഒരു റിസോർട്ടിന്റെ ഉദ്ഘാടനം നടത്തിയിരുന്നു. ആ റിസോർട്ടിന്റെ പേര് വനവാസം എന്നായിരുന്നു. മുൻ വനം മന്ത്രി KP വിശ്വനാഥന്റെ സഹോദരിയുടെ മകൻ അശ്വിൻ്റേതായിരുന്നു ഈ റിസോർട്ട്. അവിടെയാണ് ഉദ്ഘാടനം നടത്തിയതിന് ശേഷം VD സതീശൻ ട്രക്കിംഗ് ഒക്കെ നടത്തിയിട്ട് തിരികെ പോകുന്നത്. VD സതീശൻ പിന്നെ ഒരു യാത്രാ പ്രേമിയാണ്. പ്രത്യേകിച്ച് വനമേഖലകളിലേക്കുള്ള യാത്രകൾ തനിക്ക് വലിയ ഇഷ്ടമാണെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. സൈലന്റ് വാലി, പറമ്പിക്കുളം, അഗസ്ത്യാർകുടം, മുത്തങ്ങ, തിരുനെല്ലി, കബനി, വീരപ്പൻ്റെ സത്യമംഗലം ഉൾപ്പെടെയുള്ള വനങ്ങളിലേക്ക് പോയിട്ടുണ്ടത്രേ. പെരിയാറിൽ തന്നെ പല ഭാഗത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട് VD സതീശൻ. തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് ഓരോ വഴിക്ക് ഇങ്ങനെ യാത്രകൾ പോയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ ചിരി പടർത്തുന്നത് പ്രതിപക്ഷ നിരയിലുള്ളവരെല്ലാം കാട് കയറാൻ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ട്രോളാനാണ് വനവാസം CPM-കാർ പ്രയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.